ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറകുവശത്താണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും വെറും 2 കിലോമീറ്റർ ദൂരമേ ഇങ്ങോട്ടുള്ളൂ. ഈവനിങ് ഫാമിലിയായും ഫ്രണ്ട്സായും വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. സായാഹ്നം ചിലവഴിക്കാൻ വരുന്ന ആളുകളെ കാത്ത് ഇവിടെ കുറച്ച് തട്ടുകടകളും ഐസ്ക്രീം വണ്ടിയുമെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കടയിൽ മുന്തിരിച്ചായ എന്ന് എഴുതി വച്ചിരിക്കുന്നത് കണ്ടത്. മുന്തിരി കൊണ്ടൊരു ചായയോ? അത് കൊള്ളാലോ. എന്നാൽ അതൊന്ന് പരീക്ഷിച്ചേക്കാമെന്ന് കരുതി ഒരു മുന്തിരിച്ചായ പറഞ്ഞു. അവിടുത്തെ ചില്ലുകൂട്ടിൽ നമ്മെ മാടി വിളിക്കുന്ന ബജിക്കുട്ടന്മാരെയെല്ലാം ഒന്ന് നോക്കി തിരിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുന്തിരിച്ചായ റെഡി. നല്ല മുന്തിരി കളറിൽ ചൂടോടെ ഒരു ചായ. തീർത്തേക്ക് ഒരു ബൂസ്റ്റ് മതി എന്ന് പറഞ്ഞു. ഒരു ബൂസ്റ്റും വാങ്ങി. നല്ല പുളിയാണ് മുന്തിരിച്ചായക്ക്, പുളിയോട് പുളി. പണ്ടത്തെ ഗുണപാഠ കഥകളിൽ കിട്ടാത്ത മുന്തിരി കുറുക്കന് പൊളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മുന്തിരിയാണ് പൊളിച്ചത്. വല്ലാത്ത പുളി തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 കാന്താരി മുട്ടയും പറഞ്ഞു. അതിന് നല്ല എരിവുണ്ടായിരുന്നു. എന്നാൽ തീർത്തും ഒരു കൂസലുമില്ലാണ്ട് കാന്താരിമുട്ട തിന്നുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരേ സമയം അത്ഭുതവും അഭിമാനവും തോന്നി. വല്ലാത്ത ജാതി തന്നെ. രണ്ട് കാന്താരിമുട്ടയ്ക്കും ഒരു മുന്തിരിച്ചായയ്ക്കും ഒരു ബൂസ്റ്റിനും കൂടി 65 രൂപയായി. അത് കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അത് കഴിഞ്ഞ് അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും വാങ്ങി. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ചക്കറി നോക്കിയിട്ട് കാര്യമില്ല, ടേസ്റ്റ് നോക്കിയാൽ പറ്റില്ല. കഴിച്ചോ? കിട്ടില്ലോ കിട്ടില്ല. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ വിമാനങ്ങൾ വരുന്നതിന് നോക്കി നിന്നു.